അപ്പം ഇതുമായി ബന്ധപ്പെട്ട് കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടാണ് ഇവിടെ വസ്ത്രം ധരിക്കുന്നത്. ഇപ്പോൾ ഒരാൾ മരുഭൂമി പോയിരുന്നു പ്രാർത്ഥിക്കുക, നിങ്ങളൊന്ന് ചിന്തിച്ചു വയ്ക്കുക. അപ്പോൾ ബൈബിളിൽ പറയുന്നു, തലയിൽ തുണിയിട്ട് പ്രാർത്ഥിക്കുന്ന പുരുഷൻ തൻ്റെ തലയെ അപമാനിക്കുന്നു. പക്ഷെ മരുഭൂമിയിൽ പോയിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ചൂട് കാറ്റടിക്കുമ്പോൾ തലയിൽ തുണിയിട്ടില്ലെങ്കിൽ ചെവിക്കകത്ത് കാറ്റ് കയറും. അപ്പോൾ എന്തു ചെയ്യും? അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തലയിൽ തുണി ഇടണോ തുണി ഇടണ്ടയോ പറ. ഇനി തണുപ്പ് രാജ്യങ്ങളിൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പം ഇവിടെ തന്നെ, ഇപ്പം ഇവിടെ തണുപ്പായി, ഒക്ടോബർ, ഇത് നവംബർ, ഒക്ടോബർ കഴിഞ്ഞു നവംബർ മാസമൊക്കെ ആകുമ്പോൾ നല്ല തണുപ്പാണ്. ഡിസംബർ, ജനുവരിയിലാണ് നല്ല തണുപ്പ്. അപ്പം ജനുവരിയിൽ നിങ്ങളിപ്പോൾ എന്നെ ഒരാൾ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു, ഒരു പ്രസംഗിക്കാൻ വിളിച്ചാൽ ഞാൻ തലേ തൊപ്പി വെച്ചോണ്ടേ പോകുള്ളൂ. കാരണം അവിടെ ചെന്നാലും ചിലപ്പോൾ തൊപ്പി വെക്കേണ്ടി വരും. കാരണം ഓപ്പൺ പ്ലേസിലാണെങ്കിൽ കാറ്റടിക്കുമ്പോൾ ഈ ചെവിക്കകത്ത് കാറ്റ് കയറാതിരിക്കാൻ വേണ്ടി തൊപ്പി എടുത്ത് ഇങ്ങനെ ഇറക്കി വേണം. അതിനാണ് ഈ മങ്കി ക്യാപ്പ്, നമ്മൾ പലപ്പോഴും പറയും മങ്കി ക്യാപ്പ് പോകും. അപ്പം അടുത്ത ചോദ്യം, മങ്കി ക്യാപ്പ് വെച്ച് പ്രാർത്ഥിക്കാമോ? മങ്കി ക്യാപ്പ് വെച്ച് പ്രസംഗിക്കാമോ? ബൈബിൾ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അവർ പറയും, അയ്യോ അങ്ങനെ പ്രസംഗിക്കാൻ പറ്റത്തില്ല, കാരണം തലേ തുണി ഇടാൻ പാടില്ല എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. പുരുഷൻ തലേ തുണിയിട്ടാൽ തലയെ അപമാനിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. സ്ത്രീകൾ തലേ തുണി ഇടണം. പക്ഷെ ഇങ്ങനെയുള്ള കാലാവസ്ഥയിൽ എന്ത് ചെയ്യും പറ? ഇനി സ്നാനപ്പെടുത്തണം, ഒരാളെ സ്നാനപ്പെടുത്തണം. ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ